നാം നമ്മെ കണ്ടെത്തുന്നു. ഒന്നിൻ്റെ രൂപതരമായ നിലനിൽപ്പിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും കാരണവും ലക്ഷ്യവും തേടുന്ന മനുഷ്യമനസ്സിൻ്റെ യാത്രയാണ് തത്വവിചാരം. തത്വം എന്നാൽ രൂപതരമായി നിലനിൽക്കുന്ന എന്തിൻ്റെയെങ്കിലും കാരണത്തെയും കാരണത്തിൽ ഉറച്ചുള്ള പ്രവർത്തനത്തെയും പ്രവർത്തനം കൊണ്ട് സാധ്യമാകുന്ന ലക്ഷ്യത്തെയും കുറിച്ചുള്ള ബോധ്യമാണ്. എന്തിൻ്റെയും കാരണം, നിലനിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്നീ ബോധ്യത്തിൻ്റെ അവസ്ഥ കടന്ന് സംഭവിക്കുന്ന അനന്തരഫലം എന്ന അറിവിലെത്തുമ്പോൾ മനുഷ്യമനസ്സ് അതീതം എന്ന തത്വബോധത്തിൻ്റെ ഔന്നത്യത്തിൽ എത്തുന്നു. അതീതം എന്ന അവസ്ഥയിൽ എത്തുന്ന മനസ്സിൽ നിന്നാണ് എല്ലാവരും പറഞ്ഞു നിർത്തുന്നിടത്ത് നിന്ന് തുടങ്ങുന്ന അറിവുകൾ ശാസ്ത്രബോധമായും ദൈവസങ്കല്പമായും ഉത്ഭവിക്കുന്നത്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വയമായും വ്യക്തിയെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെയുമല്ലാതെ അറിയാനായി മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നില്ല. വ്യക്തിയും മറ്റു മനുഷ്യരും ഇതര ജീവികളുമെല്ലാം പ്രപഞ്ചത്തിൻ്റെ അംശം മാത്രമാണ് താനും. അങ്ങനെയെങ്കിൽ നാം പ്രവർത്തിക്കുന്നുവെന്നാൽ പ്രപഞ്ചം നമ്മിലൂടെ പ്രവർത്തിക്കുന്നു എന്നാണോ? നാം ചിന്തിക്കുന്നുവെന്നാൽ പ്രപഞ്ചം നമ്മിലൂടെ ചിന്തിക്കുന്നുവെന്നാണോ? എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ അന്വേഷണം. മനുഷ്യ ചരിത്രത്തോളം പഴക്കത്തിൽ ഈ അന്വേഷണ പ്രക്രിയ ഇടതടവില്ലാതെ തുടർന്നിരുന്നു. എന്നിട്ടും തലമുറകൾ താണ്ടിയ അന്വേഷണം കൊണ്ട് കാര്യമായ വ്യക്തതയൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. പക്ഷേ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കാൻ തക്കവണ്ണവും കണ്ടെത്താൻ പ്രാപ്തമാക്കുന്ന വിധത്തിലും പ്രപഞ്ചം എന്ന മഹാപ്രവർത്തനം നമ്മെക്കൊണ്ട് അത് ചെയ്യിക്കുന്നു. അന്വേഷകരായ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്നേ വരെ സാമാന്യമായി എല്ലാ മനുഷ്യരും അറിഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നിടത്ത് നിന്ന് തന്നെ നമ്മുടെ അന്വേഷണം തുടങ്ങണം. വ്യക്തി എന്ന നാം എന്നാൽ എന്താണ്, ആരാണ്? ഈ ചോദ്യത്തിന് കാലം ഇതുവരെ ഒരു ഉത്തരമേയുള്ളൂ. വ്യക്തമായി ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതെ, നമുക്ക് നമ്മെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. നാം ജനിച്ചത് നാം എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലെന്നായിരിക്കുമല്ലോ സാധാരണമായ ഉത്തരം. നാം ജനിച്ചതിന് ശേഷം വളരുന്നതും പ്രവർത്തിക്കുന്നതും അനുഭവങ്ങൾ ഉണ്ടാകുന്നതും പ്രായപൂർത്തിയാകുന്നതും മരിക്കുന്നതും എന്ന് വേണ്ട. നാം എന്തെങ്കിലും ആകുന്നുവെങ്കിൽ അതിന് കാരണമായിരിക്കുന്നത് നാം അല്ല. നമ്മുടെ ആരുടെയും രൂപവും നാം ആരും നിർമ്മിച്ചതല്ല. നമ്മുടെ ശരീരത്തിലെ ഒരു കോശത്തിൽ പോലും നമുക്ക് സ്വാധീനമില്ല, നിയന്ത്രണമില്ല. നമ്മുടെ ബുദ്ധിയും ലക്ഷ്യബോധവും നാം ആരും സൃഷ്ടിച്ചതല്ല. നമുക്ക് പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് നമ്മുടേതാണെന്ന് ധരിച്ച് വയ്ക്കുന്നു എന്ന് മാത്രം. ശ്വസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പ്രത്യുൽപാദന പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഒന്നും നമ്മുടെ നിർമ്മിതിയായ താൽപ്പര്യം കൊണ്ടോ ആവശ്യങ്ങൾ കൊണ്ടോ ആകുന്നില്ല. ഇത്തരം താൽപ്പര്യങ്ങളും ആവശ്യങ്ങളും എന്നത് നാം അറിയാതെ കാലം നമ്മളിൽ നിക്ഷിപ്തമാക്കിയതാണ്. ചുരുക്കത്തിൽ നാം നമ്മുടേതല്ല. എന്തിനോ വേണ്ടി നമ്മെ ഏതോ ശക്തിവിശേഷം നിർമ്മിച്ചതാണ്, പ്രവർത്തിപ്പിക്കുന്നതാണ്. ഇങ്ങനെ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്നതാണെങ്കിലും നമുക്ക് നമ്മെ കണ്ടെത്താൻ തക്കവിധം നമ്മളിൽ വിചാരം എന്ന ശേഷി നിക്ഷിപ്തമാക്കിയിരിക്കുന്നു. ആ വിചാരം എന്ന ശേഷി ഉപയോഗിച്ചാണല്ലോ ചെറുതെങ്കിലും മതവും ശാസ്ത്രവും എന്ന നിലയിലൊക്കെ നാം മനുഷ്യൻ ഇന്നോളം കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ മനുഷ്യന്റെ വിചാരശേഷിയും ലക്ഷ്യബോധവും നാൾക്കുനാൾ വികസിക്കുകയുമാണ്.
ഇതേവരെയുള്ള അനുഭവങ്ങൾ വെച്ച് വിലയിരുത്തിയാൽ തത്വവിചാരം ചെയ്യാനുള്ള ശേഷി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ മനുഷ്യർ എന്നെങ്കിലും നാം തന്നെയായ നമ്മളെ അന്തിമമായി കണ്ടെത്തുക തന്നെ ചെയ്യും. അതെ, അങ്ങനെയേ വിചാരിക്കാനാവൂ. നമ്മുടെ ജനനവും വളർച്ചയും മരണവുമൊന്നും നമുക്കറിയില്ലെങ്കിലും നാം എന്നാൽ ജീവൻ ആണെന്ന് നമുക്കറിയാം. ജനിക്കുന്നുവെന്നാൽ രൂപമായി ജീവൻ ഭൂമിയിൽ പ്രവർത്തനം തുടങ്ങുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. നാം വളരുന്നുവെന്നാൽ ജീവൻ വളരുന്നുവെന്നും മരിക്കുന്നുവെന്നാൽ ജീവൻ മരിക്കുന്നുവെന്നും നാം എന്ന ജീവൻ ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ജനിക്കുന്നതിന് മുമ്പ് ജീവന് ഒരു നിലനിൽപ്പ് ഉണ്ടായിരുന്നുവോ? നാം മരിച്ചതിന് ശേഷവും ജീവൻ നിലനിൽക്കുമോ? നിലനിൽക്കുന്നില്ലെങ്കിൽ നാം എന്ന പ്രവർത്തനത്തിന് യാതൊരു അർത്ഥവും കൽപ്പിക്കാനില്ല. മരണാനന്തരവും നാമായിരിക്കുന്ന ജീവൻ നിലനിൽക്കുന്നുവെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മെ ജനിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്ന കാരണശേഷി നമ്മെ വട്ടം കറക്കി കളിപ്പിച്ച് രസിക്കുകയാണോ? നമുക്ക് നമ്മെ കണ്ടെത്തിയേ തീരൂ. ഇനി വിട്ടുകൊടുക്കാനാവില്ല. നാം മരണത്തോടെ അവസാനിക്കുന്നവരെങ്കിൽ നമ്മുടെ ജീവൻ ഭൂമിയിലെ ഹ്രസ്വമായ ജീവിതം കൊണ്ട് കഷ്ടപ്പെട്ടും ദുഃഖിച്ചും തീരേണ്ടതാണെങ്കിൽ നമുക്ക് ഇന്നത്തെ നിയമങ്ങൾ ഒന്നും ആവശ്യമില്ല. നാം ജീവിച്ചാലെന്ത്, മരിച്ചാലെന്ത്, നശിച്ചാലെന്ത്, നന്നായാലെന്ത്, എല്ലാം അർത്ഥരഹിതം. അടിയന്തരമായി അറിയേണ്ട ചില സംശയങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നു. നമുക്ക് ഭൂമിയിൽ നിലനിൽക്കാൻ വിശപ്പും ദാഹവും എന്തിനു വേണ്ടിയാണ് തന്നത്? വിശപ്പും ദാഹവും ഇല്ലാത്ത ഒരു പ്രവർത്തനമായി കാരണശക്തിക്ക് നമ്മളെ സൃഷ്ടിക്കരുതായിരുന്നുവോ? വളർച്ചയ്ക്കും വികാസത്തിനും എന്നൊക്കെയുള്ള ശാസ്ത്രത്തിൻ്റെ ഭൗതികമായ വിശദീകരണങ്ങൾ കൊണ്ട് നമുക്ക് തൃപ്തരാകാൻ കഴിയില്ല. കാരണം നാം തത്വവിചാരത്തിൽ യാത്ര ചെയ്യുകയാണ്. നമ്മൾ നമ്മുടെ തന്നെ കാരണം തേടലിലാണ്. നമ്മെ ആണും പെണ്ണും എന്ന നിലയിൽ സൃഷ്ടിച്ചത് എന്തിനാണ്? പ്രത്യുൽപാദനത്തിന് വേണ്ടിയെങ്കിൽ മറ്റെന്തെങ്കിലും വഴിയായിരുന്നാലും മതിയായിരുന്നുവല്ലോ. ആണും പെണ്ണുമായി നിർമ്മിക്കപ്പെട്ട നമ്മളിൽ കാമം എന്ന വികാരമില്ലെങ്കിൽ പ്രത്യുൽപാദനം നടക്കില്ല. എന്താണ് കാമം? വികാരങ്ങളും അനുഭവങ്ങളുമെന്നാൽ എന്താണ്? നമ്മെ വികാരങ്ങൾ ഇല്ലാത്തവരായി സൃഷ്ടിക്കരുതായിരുന്നോ? വേദനകളും ദുഃഖങ്ങളും ഒഴിവാക്കി തന്നുകൂടായിരുന്നോ? എന്തായാലും നമ്മൾ ജീവികൾ ഹ്രസ്വായുസ്സുകൾ ആണല്ലോ. കാലം ഇതുവരെ ആയിട്ടും നമ്മെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നിനും യുക്തിഭദ്രമായ ഉത്തരം ആയിട്ടില്ല. നാം ഭൂമിയിൽ പ്രവർത്തനം തുടങ്ങി തലമുറകൾ ഏറെ കഴിഞ്ഞുപോയിട്ടും എല്ലാം ദൈവത്തിൻ്റെ കളിയാണെന്നൊന്നും പറഞ്ഞാൽ ഇനി സമ്മതിക്കാൻ നമ്മൾ തയ്യാറല്ല. നമുക്ക് യുക്തിഭദ്രവും വാസ്തുനിഷ്ഠവുമായ വിവരണങ്ങൾ വേണം. അതിലൂടെയേ നമ്മുടെ തത്വവിചാരം പൂർണ്ണമാവുകയുള്ളൂ.